നമ്മുടെ പാലക്കാട് മണ്ണാർക്കാടിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ച് നമ്മുടെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള മുൻ MLA കൂടിയായിട്ടുള്ള KT ജലീൽ നടത്തിയ ചില പ്രസ്താവനകൾ വിദ്യാർത്ഥിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ചെവിയിൽ നുള്ളി കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന വിഷ്വൽസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പിന്നീട് അദ്ദേഹം ആ ഒരു പരിപാടി കഴിഞ്ഞ് അതിൽ വ്യാപക വിമർശനം വന്നപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് എന്നുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അധ്യാപനം നടത്തേണ്ടത്? ഞാനും ഒരു അധ്യാപകനായിരുന്നു. സ്വാഭാവികമായിട്ട് എനിക്ക് അതിൽ വിദ്യാർത്ഥിയും കൂടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് കാര്യത്തിലും രണ്ട് പെർസ്പെക്റ്റീവിലും പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. ഒന്നാമതായിട്ട് ഒരു മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് പാരൻസ് പങ്കെടുക്കുന്നുണ്ടാവും, വിദ്യാർത്ഥികളുണ്ടാവും, ക്യാമറകളുണ്ടാവും, ചാനലുകളുണ്ടാവും, പിന്നെ എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവും. അത്തരം എല്ലാ ആൾക്കാരുടെയും ഇടയിൽ വെച്ചുകൊണ്ട് വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി ചെവിക്കുന്നുള്ളി അഡ്രസ്സ് തെറ്റിപ്പിച്ചു, ഇങ്ങനെയാണോ ഇത്, അങ്ങനെയാണോ ഇതെന്ന് ചോദിച്ച് അവരെ കറക്റ്റ് ചെയ്യുന്നത് എന്തല്ല, ഇതൊരു അധ്യാപന രീതിയല്ല, അല്ലെങ്കിൽ അധ്യാപന സംസ്കാരമല്ല. മറിച്ച് സ്നേഹത്തോടെ വാത്സല്യത്തോടെ പേഴ്സണലായിട്ട് ഒരു ചെറിയൊരു ക്ലാസ് റൂമിൽ വെച്ച് ക്യാമറ കണ്ണുകളുടെ ഒന്നും ഇടയിലല്ലാതെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്, ബെറ്ററാണ്. പക്ഷേ ഇത് അതിന് പകരം പരസ്യമായിട്ട് അനുമോദിക്കുന്നതിന് പകരം അപമാനിക്കുന്ന ശൈലി വളരെ മോശമാണ്. അപ്പോൾ അദ്ദേഹം ഇത് കൊണ്ട് ലക്ഷ്യമാക്കുന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ പുതിയ സർക്കാർ വന്നതാണ്. അപ്പോൾ പുതിയ സർക്കാർ വന്നപ്പോൾ ഇതുപോലെ നമ്മൾ വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ ഉടച്ച് വാർക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെല്ലാവർക്കും A+ എല്ലാവർക്കും വാരിക്കോരി കൊടുത്തതിന് ശേഷം ഒന്നും ക്വാളിറ്റി ഇല്ലാത്ത വിദ്യാഭ്യാസമാണ് ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് മൂപ്പര് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. കാരണം മൂപ്പരും ഒരു കാലത്ത് ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി പിന്നീട് മന്ത്രിപദമൊക്കെ തെറിച്ചൊരു വ്യക്തിയായിരുന്നു. എനിവേ, അങ്ങനെ പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് അതിനുള്ള അവകാശം ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം കഴിഞ്ഞൊരു 10 വർഷം ഭരിച്ചിരുന്നത് ആരായിരുന്നു? LDF ആയിരുന്നു. അപ്പോൾ ആ ഒരു കുട്ടി +2 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോ പഠിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ തന്നെ അതിൻ്റെ ആ വിദ്യാഭ്യാസ സംസ്കാരം കംപ്ലീറ്റ്ലി കൊടുത്ത് ഡെലിവറി ചെയ്തത് LDF ഗവൺമെൻറ്റാണ്. അപ്പോൾ അവരെ തന്നെ സ്വയം ട്രോളുന്നതിന് സമാനമായൊരു സാഹചര്യം നമ്മൾ ചെയ്തത്. പോട്ടെ, അതൊക്കെ നമുക്ക് വിടാം. പിന്നെ ഇതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി കോരളം എഴുതിയതുപോലെ, അല്ലെങ്കിൽ PK ബഷീർ മായക്കുജ്ജ് എന്നൊക്കെ പറഞ്ഞ പോലെ, മായക്കുജ്ജ് വഴിയിൽ കുജ്ജുണ്ടാവും എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ, സ്ലാങ്ങിൽ വ്യത്യാസം. അങ്ങനെ കുട്ടികളൊക്കെ ഒട്ടും വിദ്യാഭ്യാസ സംസ്കാരമില്ലാത്ത ആൾക്കാരായി വളരുന്നത് കാണേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിലും 2-3 വിഷയമുണ്ട്. ഒന്നാമത് ഭാഷാശൈലി വ്യത്യസ്തമാണ്. കേരളത്തിലെ കാസർഗോഡുള്ള ഭാഷാശൈലിയോ ഭാഷാ വിശദീകരണമോ ആവില്ല എവിടെ ഉണ്ടാവുക? തിരുവനന്തപുരത്ത് ഉണ്ടാവുക, മലപ്പുറത്ത് ഉണ്ടാവില്ല. മലപ്പുറത്ത് വ്യത്യാസമുണ്ട്, സ്ലാങ്ങിൽ വ്യത്യാസമുണ്ട്, പിന്നെ അതുപോലെ തൃശ്ശൂർ വ്യത്യാസമുണ്ട്. അങ്ങനെ ഓരോരുത്തരും സ്ലാങ്ങിലും സംസാര ശൈലിയിലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ചിലരത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാസർഗോഡും ഭാഷയും ശൈലിയൊക്കെ നല്ല രസകരമാണ് കേട്ടിരിക്കാനൊക്കെ. അപ്പോൾ ആ ഒരു ശൈലിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ഒരാൾ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ് എന്ന് ശത്രുക്ക് പോലും പറയാത്തൊരു വ്യക്തിത്വം കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ചെയ്തൊരു നല്ല കാര്യമാണ്, അപ്പോൾ വിദ്യാർത്ഥികൾ എന്നോട് മാപ്പ് പറയുകയാണെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നത് അല്പത്തരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനെ ചില മീഡിയകൾ നന്നായി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ചില മീഡിയകൾ ഇപ്പോൾ കൈരളി ദേശാഭിമാനി സ്വാഭാവികമായിട്ടും CPM താങ്ങി സംസാരിക്കുന്ന ചാനലുകളാണ്. ഇനിയിപ്പോൾ അവരങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ പറയുള്ളൂ, കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ റിപ്പോർട്ടറും അതുപോലെ 24 ന്യൂസ് മലയാളം 24. അപ്പോൾ ഈ ചാനലിൽ സനീഷ് അതുപോലെ 2-3 ആളുകളുടെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ RDX എന്നുള്ള പ്രോഗ്രാമില്ല. അപ്പോൾ അതിലൊക്കെ അത് വളരെ നാച്ചുറലായിട്ടുള്ള നടക്കേണ്ട കാര്യമാണ്. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്ന ആൾക്കാരെയാണ് മാധ്യമപ്രവർത്തകരാണ് കണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ പൊതുജനം ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക്, മീഡിയകൾക്ക് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഇലക്ഷൻ്റെ റിസൾട്ട് അങ്ങനെ ഈ ഒരു വിധത്തിൽ 35 സീറ്റിൽ ഒതുങ്ങേണ്ട ഒരു സാഹചര്യം CPM ഉണ്ടാകുമായിരുന്നില്ല. കാരണം റിപ്പോർട്ടർ എന്ന് പറയുന്ന PR വർക്ക് ചാനൽ മാക്സിമം പീക്ക് ലെവലിലെ പ്രൊപ്പഗണ്ട അയച്ചുവിട്ടിട്ടുണ്ട്. പക്ഷേ ജനങ്ങളെ എടുക്കുന്നില്ല. അപ്പോൾ തെറ്റ് പറ്റിയാൽ അത് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതൊരു ക്വാളിറ്റിയാണ്, അധ്യാപകൻ്റെ കൂടി ക്വാളിറ്റിയാണ്. കുഞ്ഞാലിക്കുട്ടി കോരളം എഴുതിയപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ ട്രോളി. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അത് എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, അത് കറക്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു. അതേപോലെ ഈ ഒരു മിസ്റ്റേക്ക് സ്വയം തന്നെ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന്. ഇനി എൻ്റെ അനുഭവത്തിൽ നിന്ന് കൂടി പറയാം. അതായത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അധ്യാപന രീതി നമ്മൾ അടി കുറേ കൊണ്ടിട്ടുണ്ട്, പിന്നെ ചീത്തകൾ കുറേ കേട്ടിട്ടുണ്ട്. നമ്മൾ അടിക്കുന്നതും ചീത്ത പറയുന്നതും വിദ്യാർത്ഥികളുടെ തെറ്റുകൾ കണ്ടാൽ സൂചിപ്പിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അത് അവരെ ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം അവരെ കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എടുക്കുന്ന
റോളാണ് ടീച്ചേഴ്സ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കല്ല, എൻ്റെ സുഹൃത്തുക്കൾക്ക് പലർക്കും അടി കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. ഈ അടി കിട്ടിയ ആൾക്കാരോട് എന്തിനാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. മനസ്സിലായി, അവർക്ക് എന്തിനാണ് കിട്ടിയതെന്ന് അറിയില്ല. അത് കിട്ടി, തന്നു, മേടിച്ചു, പോന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന അധ്യാപകർ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ മര്യാദ, ഗുരു ശിക്ഷ ബന്ധത്തിൻ്റെ ഉദാത്തമായ മാതൃക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിലൊക്കെ മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. അപ്പോൾ പുതിയ കാലത്ത് അതൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരെ വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്ന സൊസൈറ്റിയാണ് നമ്മൾ. അത് അധ്യാപകർ നടത്തിയാലും മാതാപിതാക്കൾ നടത്തിയാലും, മനസ്സിലായോ? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ അതുപോലെ പബ്ലിക് ഫിഗേഴ്സ് നടത്തിയാലും രാഷ്ട്രീയക്കാരെ നടത്തിയാലും ഒക്കെ സൂക്ഷ്മ വിലയിരുത്തുന്ന ആൾക്കാരാണ്. നമ്മൾ ആ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അധ്യാപകർ എന്ന് പറഞ്ഞാലും ആ സ്റ്റാൻഡേർഡിലേക്ക് ഉയരാന്നുള്ളത് വളരെ ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ പരിപാടിയൊക്കെ നിർത്തിയിട്ട് കാലങ്ങൾ കുറേ ആയി, മൂപ്പര് അപ്ഡേറ്റ് ആയിട്ടില്ല എന്നാണ് എനിക്ക് ഈ ഒരു പരിപാടിയൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ എനിവേ വീണ്ടും തിരിച്ച് അധ്യാപന രീതിയിലേക്കൊക്കെ മാറുമ്പോൾ ആ പഴയ കൺവെൻഷണൽ സ്റ്റൈലുള്ള അപ്രോച്ച് എടുത്ത് കുട്ടികളെ ജഡ്ജ് ചെയ്യുക, കുട്ടികളെ തിരുത്തുക, അടിച്ച് മെരുക്കി ചീത്ത പറഞ്ഞ് പബ്ലിക്കലി ഇൻസൾട്ട് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതൊന്നും ഒരു മാതൃക അധ്യാപകൻ്റെ ലക്ഷണമേ അല്ല. പിന്നെ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു അധ്യാപകനല്ല, മീൻസ് അദ്ദേഹം ഒരു പ്രൊഫസറായിരിക്കാം, പക്ഷേ ആ കുട്ടികളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു അധ്യാപകനല്ല, അദ്ദേഹം ഒരു മന്ത്രി മാത്രമാണ്. അപ്പോൾ ആ രൂപത്തിലൊക്കെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണം. അപ്പോൾ നമ്മൾ അധ്യാപകൻ എന്ത് ചെയ്താലും അത് വിദ്യാർത്ഥികളുടെ നന്മക്കാണ് എന്ന് പറയുന്ന ഉദാത്ത ഭാവനയൊന്നും പുതിയ കാലത്തില്ല. നമുക്കൊരു അടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടി കിട്ടുന്നത് ഞാനത് കിട്ടാൻ ബാധ്യതപ്പെട്ട ആളാണ്, അർഹതപ്പെട്ട ആളാണ് എന്ന് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ടീച്ചർ എന്നെ കറക്റ്റ് ചെയ്തതെന്ന് വിദ്യാർത്ഥി കൂടി ബോധ്യപ്പെടണം. അല്ലാത്ത രൂപത്തിൽ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ മോശമാണ്. അപ്പോൾ നമ്മളെ തന്നെ അനുഭവത്തിലാണ് ഈ വിഷയം പറഞ്ഞത്. അപ്പോൾ ആരെയും പേരെടുത്തും അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ സംവിധാനങ്ങളുടെ പേരെടുത്ത് പറയുന്നതിലും ഒരർത്ഥമല്ല. അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങൾ പഴയ കാലത്തുണ്ടായിരുന്ന ഒരുപാട് നമ്മുടെ ഈ പ്രായത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇത്തരത്തെ അനുഭവങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്നൊക്കെ ആളുകൾ മാറി നമ്മളിപ്പോൾ 2000-ലോ 2010-ലോ അല്ല 2026 എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെച്യൂരിറ്റി എന്ത് ചെയ്യണം? അധ്യാപക പണിയൊക്കെ അവസാനിപ്പിച്ച് വീണ്ടും അധ്യാപനത്തിലേക്ക് തിരിച്ചു കയറാൻ ശ്രമിക്കുന്ന നമ്മുടെ പുതിയ ജലീലുമാരൊക്കെ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.